ഡിയർ പേരൻസ്, നാളെ കുട്ടികളോട് എല്ലാവരോടും 9:30 വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂളുള്ളവർക്ക് സ്കൂളിൽ വിടേണ്ടതില്ല. സ്കൂളിൽ ലീവ് എഴുതി കൊടുത്തിട്ട് അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ കഴിഞ്ഞ ആഴ്ച അവർ എഴുതിയ പരീക്ഷയുടെ ആൻസർ പേപ്പർ കൊടുക്കും. കൂടെ അത് ആൻസർ ഓരോന്നും എങ്ങനെയാണ് ആൻസർ ആവുന്നതെന്ന് പറഞ്ഞ് അവരെ പഠിപ്പിച്ചു കൊടുക്കും. കൂടെ എക്സാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കുറച്ച് അവസാനമായി അവരറിയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നാളെയാണ് ഞാൻ അവരെ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുക. ഒരു 1:30 ആകുമ്പോഴേക്കാണ് ക്ലാസ് തീരുക. ഒരു 9:30 ആകുമ്പോഴേക്ക് കുട്ടികളെ അവിടെ എത്തിക്കുക. പിന്നെ ചില പേരൻസിനോട് ഞാൻ വരാൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ചില കാര്യങ്ങളുള്ളത് കൊണ്ടാണ് വരാൻ പറയുന്നത്. നമ്മൾ കൊണ്ടുപോകാൻ അവരാവശ്യപ്പെട്ടിട്ടുള്ളത് അഡ്മിറ്റ് കാർഡ് മാത്രമാണ്. എന്നാൽ ചില കുട്ടികളുടെ അഡ്മിറ്റ് കാർഡിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്. അങ്ങനെ വരുന്ന അഡ്മിറ്റ് കാർഡുകളുടെ കുട്ടികളുടെ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ ആധാർ കാർഡോ ഒറിജിനൽ ആധാർ കാർഡ് ഒരു നിർബന്ധവുമില്ല, ഒരു ഫോട്ടോ കോപ്പി ഒന്നുകിൽ നാളെ എന്നെ ഏൽപ്പിക്കുക. ഉള്ളവർ, ഇല്ലാത്തവർ മറ്റന്നാൾ കുട്ടിയെ കൊണ്ടുവിടുമ്പോൾ ഒന്നെങ്കിൽ ഒറിജിനൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി. എല്ലാവർക്കും നിർബന്ധമില്ല. ചിലയാളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അത് നമുക്ക് അവിടുന്ന് തിരുത്താം. ആ സമയത്താണ് നമ്മളത് കൊണ്ടുപോകേണ്ടത്. എന്നുവെച്ചാൽ അതില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ അതിനായിട്ട് ഒരു മസിലൊന്നും പിടിക്കണ്ട. ഇല്ലെങ്കിലും എഴുതിക്കും നമ്മളെ. എന്നാൽ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ സ്മൂത്തായിരിക്കും. ഇപ്പം നിങ്ങൾ ഓർക്കേണ്ടത് നാളെ ഒരു 9:30 ആകുമ്പോഴേക്കും കുട്ടികളെ അവിടെ എത്തിക്കുക. മറ്റന്നാളത്തെ കാര്യങ്ങളൊക്കെ അവരോട് വ്യക്തമായി ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വിടും. എന്നാൽ നിങ്ങൾ അറിയാൻ വേണ്ടി ഞാനൊന്ന് പറയാം. 8 മണിക്ക് പേരാവൂർ നിങ്ങൾ കുട്ടികളെയും കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കണം. ഹാൾ ടിക്കറ്റ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾ മറ്റൊന്നും കരുതേണ്ടതില്ല. കുടിക്കാനുള്ള വെള്ളം മാത്രം കുട്ടികളുടെ കയ്യിൽ, എല്ലാ സമയത്തേക്കുള്ള ഭക്ഷണങ്ങളും ഞാൻ തന്നെ വാങ്ങിക്കൊടുത്തോളൂ. മറ്റൊരു കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ടതില്ല. 8 മണിക്ക് കുട്ടീനെ അവിടെ കൊണ്ടെത്തിക്കണം. ഒരു 6:30 ആകുമ്പോൾ പേരാവൂർ വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകണം. ഒരു 6:15 കഴിയുമ്പോൾ പേരാവൂർ എത്തും. പേരാവൂർ വളരെ അടുത്തുള്ള ഒരു 6:30 ശേഷം സ്വന്തമായി എത്താൻ പറ്റിയ കുട്ടികളെ നിങ്ങൾ കൊണ്ടുപോകണമെന്നില്ല. അല്ലാത്ത കുട്ടികളെ നിങ്ങൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ തന്നെ വന്നു കൂട്ടുമോ, കുട്ടി സ്വന്തം വരുമോ എന്ന് എന്നോട് പറയണം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഒരു 8:10 ആകുമ്പോൾ നമ്മുടെ വണ്ടി പേരാവൂരിൽ വരും. ഒരു ടൂറിസ്റ്റ് ഫുൾ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ആ വണ്ടി പേരാവൂരുണ്ടാകും. എന്നാൽ വെള്ളർവള്ളി തുടങ്ങി മാലൂർ ഭാഗത്തേക്കുള്ള കുട്ടികൾ ഇങ്ങോട്ട് വരേണ്ടതില്ല. അവർ നിൽക്കേണ്ട സ്ഥലം, സമയം, അതായത് 8:10 ഇവിടുന്ന് വിട്ടാൽ അവിടെ എത്തുന്ന സമയം, അത് കൃത്യമായി ഒരു കടലാസിൽ എഴുതി അവരുടെ കയ്യിൽ കൊടുക്കും. അപ്പൊ കടലാസ് നിങ്ങൾ കാണണം. അഥവാ കണ്ടില്ലെങ്കിൽ പേടിക്കേണ്ട, നാളെ വൈകിട്ടുള്ള എൻ്റെ വീഡിയോ നോക്കിയാൽ മതി. പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കേണ്ടത് 8:10 വിടുന്ന വണ്ടി നിങ്ങളുടെ കുട്ടി നിൽക്കുന്ന സ്ഥലത്ത് എത്തേണ്ട സമയം നിങ്ങൾ ആലോചിക്കണം. 8:10 തന്നെ നിങ്ങൾ ആലോചിക്കുക. 8:10 നിർത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ കുട്ടികളെ കൊണ്ട് നിർത്തിയാൽ മതി. അവിടെ വണ്ടി നിർത്തി ഞാൻ പറയുന്ന സ്ഥലത്ത് നിന്ന് ആ കുട്ടികളെ കയറ്റിയിട്ട് ഞാൻ പോകും. ഓക്കെ. അപ്പൊ 8:10 വിടുന്ന വണ്ടി അവിടെ എത്തേണ്ട സമയം നിങ്ങൾ ആലോചിക്കണം. അല്ലെങ്കിൽ കുട്ടിക്ക് ഞാൻ എഴുതി കൊടുക്കുന്ന സമയം ആലോചിക്കണം. അല്ലെങ്കിൽ നാളത്തെ എൻ്റെ വീഡിയോ എല്ലാം ഒന്ന് തന്നെയായിരിക്കും. ഇത് നോക്കണം. നമ്മൾ അവിടുന്ന് എക്സാമും കഴിഞ്ഞ് പഴശ്ശി പ്രൊജക്റ്റിൽ ഒരു ടൂറുണ്ട്. ഞാൻ നേരത്തെ പിള്ളേരോട് പറയും, നമ്മൾ പഠിച്ചൊരു കൊല്ലം പഠിക്കുന്നതാണ്. അവിടെ എക്സഷൻ ആയിട്ട് ഒന്ന് പോയി. ഒറ്റയ്ക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ടാവും. എന്നാലും നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് പഠിച്ച എല്ലാ കുട്ടികളും കൂടി പോകുന്ന എല്ലാവർക്കും ഒരു സന്തോഷമായി. അതിനുവേണ്ടിയാണ് എല്ലാ കൊല്ലവും നമ്മളിങ്ങനെ ഒരു ടൂർ എല്ലാ കുട്ടികളും ഒന്നിച്ചൊന്ന് കൂടി പിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ് നമ്മളത് എല്ലാ കൊല്ലവും ഞാൻ സംഘടിപ്പിക്കുന്നത്. ഓക്കെ. ഇപ്പം ഈ കാര്യം ഓർത്താൽ മതി. നാളെ 9:30 ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞു വിടും. കൂടെ വൈകിട്ട് നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും, അത് നിങ്ങളൊന്ന് കാണണം. ഓക്കെ, താങ്ക് യു.